നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏപ്രിൽ മാസം 19 മുതൽ ഏപ്രിൽ മാസം 25-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 19-ാം തീയതി ശുക്രൻ വൈകുന്നേരത്തോടുകൂടി സ്വന്തം രാശിയായ ഇടവത്തിലേക്ക് സംക്രമിക്കുന്നു. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഈ ഒരാഴ്ച ശുക്രൻ 19 തുടങ്ങുന്ന ദിവസം തന്നെ വൈകുന്നേരത്തോടുകൂടി ശുക്രൻ സ്വന്തം രാശിയിലേക്ക് സംക്രമിക്കുന്നതിനാൽ 2ഉം 7ഉം ഭാവാധിപൻ 2ൽ ബലവാനായി നിൽക്കുന്നതിനാൽ കാര്യസാധ്യം മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി എളുപ്പമാകും, കുറച്ചുകൂടി ഈശ്വരാനുഗ്രഹം, ദേവിയുടെ കടാക്ഷം ലഭിക്കുന്നതായിരിക്കും എന്ന് വേണം ചിന്തിക്കാൻ. മാത്രമല്ല ധനപരമായി വളരെ ഉയർച്ചയുണ്ടാകും. ഈ ഒരാഴ്ച മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യക്കുറി വരെ അടിക്കാം, അല്ലെങ്കിൽ സ്വന്തം വീട് നിർമ്മാണം പൂർത്തിയാക്കാം. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കർമ്മങ്ങൾ അവർ ആഗ്രഹിച്ചിരുന്നത് നടത്താൻ സാധിക്കും. വിവാഹം ഉൾപ്പെടെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കാം. വീടിൻ്റെ അറ്റകുറ്റപ്പണികളോ വീട് പുതുതായി വയ്ക്കാനോ സാധിക്കും, നിർമ്മിക്കാനോ സാധിക്കും, അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ സാധിക്കും. പുഴയുടെ സാമീപ്യമുള്ള സ്ഥലത്ത്, മനോഹരമായ സ്ഥലങ്ങളിൽ, വിസ്തൃതമായ ഭൂപ്രദേശമുള്ള സ്ഥലത്ത് ആഗ്രഹ സഫലീകരണം കണക്കെ ഇവർക്ക് വീടൊക്കെ നിർമ്മിക്കാൻ സാധിക്കുന്നു. അതുപോലെ വാഹനം, വസ്ത്രം ഇതൊക്കെ പുതുതായി വരാം. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവരുടെ തനത് വ്യക്തിത്വം നന്നായി സൂക്ഷിക്കാൻ സാധിക്കും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മുഖഭംഗി വർദ്ധിക്കുന്ന ഒരാഴ്ചയാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ അനുകൂലമായ മനസന്തോഷം ലഭിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ സംരംഭങ്ങളോ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് സ്വന്തം നാട്ടിൽ തന്നെ പുതിയ സംരംഭങ്ങൾ ആവിഷ്കരിക്കുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു അവസ്ഥ ഈ ആഴ്ചയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ സാമ്പത്തികമായി ഒരു അല്ലൽ ഉണ്ടായിരുന്നെങ്കിലും, അല്ലെങ്കിൽ ഒരു പരുങ്ങൽ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും, ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 19-ാം തീയതി മുതൽ ഏകദേശം 20-25 ദിവസത്തോളം ശുക്രൻ്റെ സ്വന്തം രാശിയിലെ ബലം ഇവർക്ക് സാമ്പത്തിക ഗുണവും പ്രവർത്തനങ്ങളിൽ വലിയ വിജയവും മറ്റുള്ളവരുടെ ഇടയിൽ ഇവരുടെ ഇമേജ് വർദ്ധിക്കത്തക്കവണ്ണം വലിയ ഗുണകരമായ സംഭവങ്ങളുമൊക്കെ ഉണ്ടാകുന്നതായി കാണുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. ഈ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസം ഉച്ചവരെ ഗുണകരമാണ്. പിന്നീട് ആഴ്ചയുടെ 2ാം പകുതി തുടങ്ങുന്ന ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടം ഏറ്റവും പ്രധാനം. അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നത് ഏറ്റവും പ്രധാനം. ഇവിടെ ഒരു പ്രധാന സവിശേഷത നമുക്കുള്ളത്, ഇവർ 12ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. പണം ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ചിലവഴിക്കേണ്ടി വരുന്നത് സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് എന്ന് കാണുന്നുണ്ട്. പൊതുവേ ഈശ്വരാധീനം ഉള്ളതിനാൽ, ദേവീ കടാക്ഷം ഉള്ളതിനാൽ ഏത് ഗൗരവമുള്ള സംഭവങ്ങളും ഇവർക്ക് വലിയ തോതിൽ ബാധിക്കില്ല, ആരോഗ്യ പ്രശ്നങ്ങളായി ബാധിക്കില്ല എന്ന് വേണം കരുതാൻ. മുഖ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 19 ഉച്ചവരെയും ശേഷം 21 ഉച്ച കഴിഞ്ഞ് 22, 23 ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെയും ഇവർക്ക് ഗുണകരമായി കാണുന്നു. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആകർഷക വ്യക്തിത്വത്തിൻ്റെ ഉടമയാവാൻ സ്ത്രീ പുരുഷ ഭേദമന്യേ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സാധിക്കും എന്ന് കാണുന്നുണ്ട്. നല്ല വസ്ത്രം ലഭിക്കുന്നു. നന്നായി അണിഞ്ഞൊരുങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളുടെ ഒരു ഇമേജ്, തങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സാധ്യമാകുന്നു. സാമ്പത്തികമായി നേട്ടമുണ്ടാകത്തക്കവണ്ണം കർമ്മരംഗത്ത് കൂടുതൽ പ്രവർത്തനക്ഷമതയോടുകൂടി, കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന ഏതെങ്കിലും വിധത്തിലുള്ള കഴിവുകേടുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ശല്യങ്ങളോ ഒക്കെ തന്നെ മാറുന്നതായിട്ടാണ് കാണുന്നത്. പ്രവർത്തനങ്ങളിലെ വിജയം ഉണ്ടാകുന്നതിന് പ്രധാന കാരണം ഇവരുടെ ആത്മാർത്ഥമായ സമർപ്പണവും കഴിവ് അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇവർ സമർപ്പിക്കുന്നത് കൊണ്ടുമാണ് എന്ന് ഈ ആഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊത്ത് ഉല്ലാസയാത്ര നടത്തുവാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരത്തിന് പോകുവാനോ ഒക്കെ സാധിക്കുന്നതായി കാണുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത, മനോഹരമായ വീട്
ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ തടഞ്ഞു നിൽക്കുന്നു. വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റം വരികയും വീട്, മനോഹരമായ വീട് അല്ലെങ്കിൽ ആഗ്രഹത്തിന് അനുസരിച്ച് അവർ തയ്യാറാക്കിയിരുന്ന വീട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകുന്നതായിട്ടും കാണുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. ഇഷ്ടം പോലെയുള്ള സൗഹാർദ്ദങ്ങളുമൊത്ത് ഉല്ലസിക്കാൻ സാധിക്കുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ, വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നല്ലവ വാങ്ങാൻ സാധിക്കുന്നു. ഡയബറ്റിക്സോ വയറിന് എന്തെങ്കിലും അസുഖമോ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം. കാരണം ഉദര സംബന്ധമായ ചില രോഗങ്ങൾക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നവർക്കത് വർദ്ധിക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായി തുടങ്ങാനുമൊക്കെ സാധ്യതയുള്ള ഒരാഴ്ച കൂടിയാണിത്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടം നേരത്തെ തന്നെ വലിയ ദോഷമില്ലാതെ ഒരുവിധപ്പെട്ട ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടായിരുന്നത് അല്പം കൂടി വർദ്ധിക്കാനൊരു സാധ്യത കാണുന്നു. തങ്ങൾ ഇടപെട്ട കാര്യങ്ങളിൽ ഏറ്റവും മനോഹരമായി ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനാൽ, വാക്കുകൾ കൃത്യമായി നിറവേറ്റാൻ സാധിക്കുന്നതിനാൽ, വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിക്കുന്നതിനാൽ ഇവരെക്കുറിച്ചുള്ള പ്രതിച്ഛായ മറ്റുള്ളവരുടെ ഇടയിൽ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ശത്രുതാ മനോഭാവത്തിൽ നിന്നവരുടെ മാറ്റം, അവരുടെ സഹകരണ മനോഭാവത്തിൽ അധിഷ്ഠിതമായി പുതിയ സംരംഭങ്ങളുമൊത്ത് പോകാനുള്ള തയ്യാറെടുപ്പ്, അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സമോ, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലോ ജോലിയിലോ അവിടവുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. ഇടവക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മുഖേനയും അതുപോലെ ഇടവക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാർ മുഖേനയും ഈ ആഴ്ചയിൽ സാമ്പത്തികം ഉൾപ്പെടെയുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കും എന്നറിയുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഉദരസംബന്ധമായ കാര്യങ്ങളാണ്. അതുപോലെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, ആദ്യ പകുതി ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ആദ്യ പകുതിയിലെ ആദ്യത്തെ ദിവസത്തിൻ്റെ ഉച്ച കഴിയുന്നതുവരെയുള്ള ദിവസങ്ങൾ ഒഴിച്ചാൽ വളരെ ഗുണകരമാണ്. പിന്നീട് ആഴ്ചയുടെ അവസാന ദിവസങ്ങളും വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും ആഗ്രഹങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലുമൊക്കെയാണ് ഇത് പ്രധാനമായും കാണുന്നത്. ഈ ആഴ്ചയിൽ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 19 ഉച്ച കഴിഞ്ഞ് 20, 21 ഉച്ചവരെയും, ശേഷം 23-ാം തീയതി 3 മണി കഴിഞ്ഞും 24, 25-ാം തീയതി രാത്രി 8 മണി വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങളിൽ ഇവർ വളരെ സജീവമായി പങ്കെടുക്കുകയും അതിൽ വിജയം വരിക്കാൻ സാധിക്കുകയും ചെയ്യുമെങ്കിലും പ്രവർത്തനങ്ങളുടെയൊക്കെ അവസാന ദിവസങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെയൊക്കെ അവസാന നിമിഷങ്ങളിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം രൂക്ഷ വിമർശനത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപഹാസ്യതയ്ക്കോ ഒക്കെ ഇവർ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു വിധി പോലെ വന്ന് കയറുന്നത് കൊണ്ട് ഇവർക്കൊരിക്കലും ഇവരുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാതിരിക്കാൻ സാധിക്കുകയുമില്ല. പ്രവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത്തരം നിഷിദ്ധമായ വാക്കുകൾ കേൾക്കാതിരിക്കാനും സാധിക്കില്ല. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിധിയാണ്, അതിനെ സഹിച്ചേ പറ്റൂ. പക്ഷേ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഇവരുടെ കാര്യക്ഷമത എല്ലാവരും കണ്ടറിയുകയും അതിനനുസരിച്ച് ഭാവിയിൽ ഇവരുടെ കർമ്മരംഗത്ത് കൂടുതൽ സുരക്ഷയും സാമ്പത്തിക നേട്ടവും ഉണ്ടാവുകയും ചെയ്യും. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പുതിയ ചില സന്നാഹങ്ങളും സംരംഭങ്ങളും ആരംഭിക്കുന്നതായി കാണുന്നു. വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടോ വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ കൂടുതൽ സാമ്പത്തികം ചിലവഴിക്കപ്പെടും ഈ ആഴ്ച എന്ന് കാണുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ടെങ്കിലും ആ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ മാത്രമേ അതിന് സംതൃപ്തികരമായ ഒരു മറുപടി ലഭിക്കൂ. തുടക്ക സമയത്ത് ചിലപ്പോൾ നിരാശയായിരിക്കാം. എന്നാലും പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ പ്രവർത്തനങ്ങളിലെ വിജയവും സാമ്പത്തിക നേട്ടവും അതുപോലെ തന്നെ തങ്ങൾ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില സ്വപ്നങ്ങൾ അത് നിറവേറ്റപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ ബന്ധത്തിലുള്ള കാരണവസ്ഥാനത്തുള്ള ഇവർക്കുണ്ടായിരുന്ന കലഹത്തിന് ഒരു അവസാനമുണ്ടാകുന്നു. അതുപോലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലോ ബന്ധുക്കളുടെ ചില വിദ്വേഷം മൂലമോ നടക്കാതിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറി നടക്കാൻ സാധ്യമാകുന്നുണ്ട്. അതുപോലെ യാത്ര ഗുണമാണെന്ന് പറഞ്ഞെങ്കിലും കണ്ണ് ശ്രദ്ധിക്കണം.
അതുപോലെ തന്നെ ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അവശതയുള്ളവർ, ആ പ്രായത്തിലുള്ളവരൊക്കെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. പ്രധാനമായും കണ്ണിനും ഹൃദയത്തിനോ എന്തെങ്കിലുമൊക്കെ ഞരമ്പിനോ എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം. അധികാരികളിൽ നിന്ന് ഇവർക്ക് സാമ്പത്തികമായ സഹായമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സഹകരണമോ ലഭിക്കുന്നതായി കാണുന്നു. പ്രശംസയോ പുരസ്കാരമോ ഒക്കെ ലഭിക്കാം. എന്നാലും മനസ്സിലാക്കുക, പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഒടുവിൽ ചിലപ്പോൾ ചില അപഹാസ്യ വർത്തമാനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നേക്കും. നേരിട്ടറിയുന്ന ചില വ്യക്തികൾ മാത്രമായിരിക്കും നിങ്ങളെ അനുമോദിക്കുകയും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസവാക്കുകൾ പറയുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇവരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞു, വാഹനം സൂക്ഷിച്ചോടിക്കണം എന്നുള്ള കാര്യവും നേരത്തെ പറഞ്ഞിട്ടില്ല, പക്ഷേ അത് ശ്രദ്ധിച്ചു കൊള്ളണം. വാഹനം സൂക്ഷിച്ചോടിക്കണം. അതുപോലെ തന്നെ ത്വക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ അലർജി അസുഖങ്ങൾ ഉണ്ടാകാനോ വാഹനത്തിൻ്റെ ഉള്ളിൽ വച്ച് പൊള്ളലോ അതുപോലെയുള്ള ചൂട് കൂടുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ത്വക്ക് സംബന്ധമായ അസുഖങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുക്കുക. എന്തായാലും സഹോദര സ്ഥാനത്തുള്ളവരുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹകരണങ്ങൾ ലഭിക്കും. അവരുടെ വിദ്വേഷമൊക്കെ മാറുന്നതായി കാണുന്നു. ഈ ആഴ്ചയിൽ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 19-ാം തീയതി ഉച്ചവരെയും ശേഷം 21 ഉച്ച കഴിഞ്ഞ് 22, 23-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി വരെയും അതിനുശേഷം 25-ാം തീയതി രാത്രി 8 മണിക്ക് ശേഷവും ഇവർക്ക് താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഒരു തടസ്സമോ പ്രശ്നമോ ഒക്കെ ഏകദേശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇവരോട് താല്പര്യക്കുറവുള്ള വ്യക്തികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കൊണ്ടോ മറ്റോ ചിലപ്പോൾ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാകാം. ഇതൊരു പക്ഷേ ഒഫീഷ്യലായി ഔദ്യോഗികമായി തങ്ങളുടെ കർമ്മരംഗത്ത് ആ സ്ഥലത്ത് പോയി ചെയ്യുന്ന വ്യക്തികൾക്ക് തന്നെ ആവണമെന്നില്ല. തങ്ങൾ അത്തരം വർക്കുകൾ വീട്ടിൽ വെച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം സംരംഭങ്ങൾ അവധി ദിവസങ്ങളിൽ പോലും ചെയ്ത് ആ കർമ്മസ്ഥലത്ത് ഏൽപ്പിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് ആണ് കൂടുതലായി അനുഭവപ്പെടാൻ സാധ്യത. അല്ലാതെ കർക്കിടകക്കൂറിൽപ്പെട്ട സർക്കാർ ജോലിക്കാരോ അല്ലെങ്കിൽ ഞായറാഴ്ച അവധിയായി വീട്ടിലിരിക്കുന്നവർക്കോ അവരുടെ കഴിഞ്ഞ ആഴ്ചയിലെ പ്രവർത്തനങ്ങളിലെ ഏതെങ്കിലും ഒരു ഫലം മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ കൂടെ പ്രവർത്തിക്കുന്നവരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ ചിലപ്പോൾ കേൾക്കേണ്ടി വന്നേക്കാം. അത്തരം വാർത്തകൾ കേൾക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം തൊട്ട് വളരെ ഗുണകരമായ അവസ്ഥയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇതേ വാക്കുകൾ, അതായത് തങ്ങളെ ഏതെങ്കിലും തരത്തിൽ കളിയാക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ കുറവുകളെ നിശിതമായി വിമർശിക്കുകയോ ചെയ്തിരുന്നവരിൽ നിന്നു തന്നെ നല്ല വാക്കുകൾ അതുപോലെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആദ്യ പകുതിയിലെ ഉച്ചവരെയുള്ള ആദ്യത്തെ ദിവസത്തിലെ ഉച്ചവരെയുള്ള ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് വളരെ ഗുണകരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തുള്ള ദിവസങ്ങൾ ചിലവ് വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നു. ചിലവ് വർദ്ധിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ സാമ്പത്തിക നേട്ടം കൂടുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. ഈ 2.5 ദിവസങ്ങളിൽ വളരെ ഗുണകരമായി സാമ്പത്തിക നേട്ടം വരുമെങ്കിലും ആഴ്ചയുടെ 2ാം പകുതി തുടങ്ങുന്നത് ഒരല്പം സാമ്പത്തിക പരുങ്ങലോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ചെലവുകൾ ന്യായമായിരുന്നാൽ പോലും അത് കൂടുതലായി തോന്നാം, കാരണം വരവിൻ്റെ തോത് കുറച്ച് കുറയുന്നത് കൊണ്ട്. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ നേരെ മറിച്ച് ഇവർക്ക് സാമ്പത്തിക ഭദ്രത കുറച്ചുകൂടി ഇവരെ സന്തോഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാകുന്നു. തങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ തങ്ങൾക്ക് മതിപ്പ് വില വർദ്ധിക്കുന്നതായിട്ട് ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ മനസ്സിലാകുന്നു. എന്നാൽ ഇപ്പോഴും ഇവരുടെ മനസ്സിൽ ആശങ്കകളിലും ഭയവും വിട്ടൊഴിയുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. എല്ലാ കാര്യവും വിജയപരമായി മുന്നോട്ട് പോവുകയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അവസ്ഥകൾ നിലനിൽക്കുന്നുവെങ്കിലും ചില ഇലൂഷൻ, അതായത് സാങ്കല്പികമായി ഇവർ കരുതുന്ന ചില ദുരന്തങ്ങൾ, സാങ്കല്പികമായി ഇവർ കാണുന്ന ഭാവിയിൽ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇവർ വിചാരിക്കുന്ന ചില ദോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുന്നൊരവസ്ഥ കാണുന്നു. പൊതുവേ ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, ജലരാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ചന്ദ്രനാണ് അവരുടെ നാഥൻ. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല, മനസ്സിൻ്റെ സ്ഥിരത കുറവാണ്. ഇപ്പോൾ സന്തോഷത്തിലിരിക്കുമെങ്കിൽ അടുത്ത നിമിഷം ഏതെങ്കിലും ഒരു ദുരിതം മനസ്സിലേക്ക് കയറി വരുന്ന തരത്തിൽ ഇവരുടെ ചിന്ത മാറും. അതുകൊണ്ട് അതിൻ്റെ കൂടെ അഷ്ടമത്തിൽ ഇപ്പോൾ രാഹു സഞ്ചരിക്കുകയാണ്.
ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാഹുകേതുക്കൾ ഇല്യൂഷണറി പ്ലാനറ്റ്സ് ആണ്. അവർ യഥാർത്ഥത്തിലില്ല, ഉണ്ട് എന്ന് നമുക്ക് തോന്നും. ആ സ്വഭാവം ഇവരുടെ മനസ്സിലും വരാം. ഇല്ലാത്ത ഒന്നിനെ ചൊല്ലി ആശങ്കപ്പെടുക, ഉള്ളതിനെ മനസ്സിലാക്കാതെ ഇരിക്കുക, അങ്ങനെയുള്ള ചില അവസ്ഥകളിലൂടെ ഇവർ കടന്നു പോകുന്നുണ്ട്. അത് നമ്മളുടെ പ്രാർത്ഥന കൊണ്ടും മനോധൈര്യം കൊണ്ടുമൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥന കൊണ്ട് മാത്രമേ മനസ്സിന് ധൈര്യമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. സ്കിൻ സംബന്ധമായ അലർജി അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഒക്കെ ഇവരെ ഇപ്പോൾ ബാധിക്കാനുള്ള ഇടയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 19, 20, 21 ഉച്ചവരെയും ശേഷം 23 ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞ് 24, 25 രാത്രി 8 മണി വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് ഇവർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്ന ഒരാഴ്ചയാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങളെ അവർ തന്നെ വിലയിരുത്തി അതിനെ കുറച്ചുകൂടി മറ്റുള്ളവരുടെ മുമ്പിൽ, കാഴ്ചക്കാരുടെ മുമ്പിൽ, അല്ലെങ്കിൽ ആരാണോ തങ്ങളുടെ ഉൽപ്പന്നത്തെ, തങ്ങളുടെ പ്രവർത്തനത്തെ വിലയിടുന്നത് അവർക്ക് മുന്നിൽ ഏറ്റവും നന്നായി അതിനെ പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാനോ ഇവർ ശ്രമിക്കുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിജയം ഇവർക്ക് കർമ്മരംഗത്ത് കൊയ്യാൻ സാധിക്കുന്നു. ഈ വിജയം നാളെ അല്ലെങ്കിൽ ഭാവിയിൽ സാമ്പത്തിക ഭദ്രതയായി മാറുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ സാമ്പത്തിക നേട്ടത്തിന് കാരണമായി പ്രവർത്തനങ്ങളിൽ ഇവരുടെ ക്ഷമത വർദ്ധിക്കുന്നതായും കഴിവ് വർദ്ധിക്കുന്നതായും വേണം കാണാൻ. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചിങ്ങം രാശിയിൽപ്പെട്ട, ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ കർമ്മരംഗത്ത് ഏതെങ്കിലും ഒരു വനിത മുഖേന, ഒരു സ്ത്രീ മുഖേന ചിലപ്പോൾ ദുരിതം അനുഭവപ്പെടുകയോ എന്തെങ്കിലും തടസ്സം അനുഭവപ്പെടുകയോ ചെയ്തേക്കാം. കാരണം പ്രധാനമായും വളരെ റെപ്യൂട്ടഡായ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുകയോ മറ്റോ ചെയ്യുന്നവർക്ക് അവിടുത്തെ ഏതെങ്കിലും ഒരു സ്ത്രീ പ്രവർത്തകയിൽ നിന്നോ അല്ലെങ്കിൽ ആ സ്ത്രീ പ്രവർത്തകയ്ക്ക് പുറമേയുള്ള ഏതെങ്കിലും VIP സ്ത്രീകളിൽ നിന്നോ ഒക്കെയുള്ള ചങ്ങാത്തം വഴി, അവരുടെ സഹകരണം വഴി ഇവിടെ വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ചിങ്ങക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് ദോഷമുണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ, പ്രത്യേകിച്ചും കർമ്മരംഗത്ത് അവരുടെ സഹപ്രവർത്തകകളുമായി ഇടപഴകുമ്പോൾ അങ്ങേയറ്റത്തെ കരുതൽ ആവശ്യമാണ്. തമാശയ്ക്ക് പോലും വാക്കുകൾ അവരുടെ പരിധി വിട്ടു പോകാതിരിക്കാൻ പരമാവധി ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. എന്നാൽ പൊതുവേ കർമ്മരംഗം വളരെ ശോഭനീയമായി വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും നന്നായിട്ട് ഇവർക്ക് ഇവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ സാധിക്കുകയും ആ നിലയിൽ അതിനെ സമർപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ ഭാവി ജോലി സ്ഥലത്ത് സുരക്ഷിതമാകുന്നതായി കാണുന്നു. അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട ചില നക്ഷത്രക്കാർക്കെങ്കിലും തങ്ങളുടെ പ്രവർത്തന രംഗത്തൊരു കയറ്റമുണ്ടാവാൻ സാധിക്കുന്നു. സാമ്പത്തിക നില കുറച്ചുകൂടി വർദ്ധിക്കുന്നതായും കാണുന്നു. അങ്ങേയറ്റത്തെ ശ്രമം കൊണ്ട് ചിലപ്പോൾ വീടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിലോ, അതുമല്ലെങ്കിൽ ചില പ്രത്യേക കൃഷിയിടമോ പുതിയ വ്യാപാര സംരംഭമോ അല്ലെങ്കിൽ സാധാരണ നിലയിലുള്ള ഏതെങ്കിലും സംരംഭമോ തുടങ്ങാൻ ആലോചിച്ചിരുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സം മാറുന്നതായി കാണുന്നു ഈ ആഴ്ച തന്നെ. അല്ലെങ്കിൽ ഈ ആഴ്ച മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കേൾക്കുന്നു. കലാപരമായി കഴിവുള്ളവർക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്ന അവസരമാണ്. അതുപോലെ നന്നായി സംസാരിക്കാൻ കഴിവുള്ളവർക്ക്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് അതും നന്നായി വളരെ ചെയ്യാൻ സാധിക്കുന്നതായി കാണുന്നു. പൊതുവേ ഇവരുടെ പ്രവർത്തന ശൈലിക്ക് മനോഹാരിതയുണ്ടാകുന്നു. അതിന് ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടാകുന്നതായി കാണുന്നു. പിതാവിന് അത്ര നല്ലതല്ല എന്ന് കാണുന്നു. പിതാവിനോ പിതൃസ്ഥാനത്തുള്ളവർക്കോ കാരണവസ്ഥാനത്തുള്ളവർക്കോ തറവാട്ടിലെ മൂത്ത ജ്യേഷ്ഠ സഹോദരനോ ഒക്കെ തന്നെ ചില രോഗാവശതകളോ കണ്ണിനോ ഹൃദയത്തിനോ ഞരമ്പിനോ ഒക്കെ ദോഷമുണ്ടാകാനോ സാധ്യതയുണ്ട്. മേലധികാരികളുമായി കാര്യം ഗുണകരമായ അവസ്ഥകളൊക്കെ ആണെങ്കിലും ചിലരെങ്കിലും ചിങ്ങക്കൂറിൽപ്പെട്ടവർ മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാൻ ഇടയുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തടസ്സങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളായി കടന്നു വരാം, അതും ശ്രദ്ധിക്കണം. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോഴും തീയുമായും വൈദ്യുതിയുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴുമൊക്കെ അങ്ങേയറ്റത്തെ കരുതൽ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 19 ഉച്ച കഴിഞ്ഞ് 20, 21, 22, 23 തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 25 രാത്രി 8 മണിക്ക് ശേഷവും ഗുണകരമായ അവസ്ഥയാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം,
ഉത്രം രണ്ടാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ദേവീ കടാക്ഷം ഇവർക്ക് അനുഗ്രഹമായി വരുന്ന ഒരവസ്ഥയാണ്. കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും വിധത്തിലോ സാമ്പത്തിക പരാധീനതയോ പ്രശ്നങ്ങളോ നേരിട്ട കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ തുടക്ക ദിവസം മുതൽ തന്നെ അവരുടെ ആഗ്രഹ സഫലീകരണം നടക്കുന്നതായിട്ടാണ് കാണുന്നത്. വിദേശവുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ കൃത്യമായി ഇവർക്ക് നടപ്പാക്കാൻ സാധിക്കുന്നു. അതുപോലെ വിദേശത്ത് ജോലി ലഭിക്കുന്ന കാര്യത്തിലോ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലോ ഇവർക്ക് പച്ചക്കൊടി ലഭിക്കുന്നു, അനുമതി ലഭിക്കുന്നു. അതുപോലെ പിതൃസ്വത്ത് ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ഓഹരി അത് കൃത്യമായി കിട്ടുന്നു. പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതിനാൽ പ്രാർത്ഥനയുടെ ഫലമായി അല്ലെങ്കിൽ ചെയ്ത നന്മയുടെയൊക്കെ ഫലമായി ഇവർക്ക് മനസമാധാനവും സാമ്പത്തിക നേട്ടവും തങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ വിജയവും ഉണ്ടാകുന്നതായി കാണുന്നു. അങ്ങനെ പേരും പെരുമയും വർദ്ധിക്കുന്ന ഒരാഴ്ച തന്നെയാണ് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ധനസഹായം ഇവരെ വലിയ അളവിലായിരിക്കും സഹായിക്കുക എന്ന് കാണുന്നു. കർമ്മരംഗത്ത് അതുകൊണ്ട് തന്നെ ഒരു മാറ്റമുണ്ടാകുന്നു. പുതിയ മേലധികാരികൾ ഇവരോട് അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടും അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു അഭിമാനത്തോടും കൂടിയൊക്കെ ഇടപഴകുന്നതായിട്ടാണ് കാണുന്നത്. വരവിന് അനുസരിച്ച് ആയിരിക്കില്ല ഇപ്പോഴും ചിലവ് നടത്തുക എന്ന് കാണുന്നു. വീട്ടിൽ ആർഭാടമായ വസ്തുക്കൾ വാങ്ങിവെക്കുക, അതുപോലെ വീട്ടിലെ ഉപകരണങ്ങൾ വില കൂടിയത് കൂടുതലായി വാങ്ങുക, വിദേശ വസ്ത്രങ്ങൾ, വിദേശവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വസ്തുക്കൾ വില കൊടുത്ത് വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടായാലും അതൊക്കെ ചിലവഴിച്ചു പോകും എന്നും കാണുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ചില യാത്രകൾ ജീവിത പങ്കാളിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചെയ്യേണ്ടതായി വരാം. അതുകൊണ്ട് ചെറിയ ചില ഒറ്റപ്പെടലുകൾ ഉണ്ടാകാം. ചിലയിടങ്ങളിലെങ്കിലും കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ കുടുംബത്തിൽ ചില കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ജീവിത പങ്കാളിക്ക് ഒരു തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ വരുമാനമാർഗം ലഭിക്കാനുള്ള സാധ്യതയും കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നു. ഇടതുവശത്തെ ചെവി, അതുപോലെ തന്നെ ഇടതു കൈ, ഇടതു കാൽപാദങ്ങൾ, ഈ ഭാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാൽപാദങ്ങളിൽ ഇവർക്ക് വേദനയോ പ്രശ്നങ്ങളോ ചലിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദര സംബന്ധമായും ചെറിയ വ്യാധികൾ ഉണ്ടാകുന്നു. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ തീവ്രത ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് കുറയുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21 ഉച്ച കഴിഞ്ഞ് 22, 23, 24, 25 തീയതി രാത്രി 8 മണിവരെയും കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി ഇവർക്കും ധനസഹായം കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ചില അങ്കലാപ്പുകൾ, ചില ആശങ്കകൾ അതിനൊക്കെ അറുതി വരുന്നതായി കാണുന്നു. തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിക്ക് പെട്ടെന്ന് ചില ധന ആഗമന മാർഗങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. ഒന്നുകിൽ ജോലി ലഭിക്കാം, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ജോലിയിലെ വേതനം വർദ്ധിക്കാം, അതുമല്ലെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ലോട്ടറി അടിക്കാം. ഈ നക്ഷത്രക്കാർക്ക് തന്നെ, അതായത് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ ലോട്ടറി അടിക്കാനുള്ള സാധ്യത കാണുന്നു. വീട് പണിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കെട്ടിടങ്ങളുടെ പണിയോ മുടങ്ങിക്കിടന്നിരുന്നതിന് വീണ്ടും തുടങ്ങാനുള്ള ചില അനുമതി കിട്ടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കേൾക്കുകയോ ചെയ്യും. അതിന് തക്കവണ്ണമുള്ള പണം എത്തിച്ചേരുന്നതായി കാണുന്നു. വിദേശത്തു നിന്ന് ധനം വരുന്നതായിട്ടാണ് കാണുന്നത്. വിദേശത്തുള്ള ഇവരുടെ ബന്ധുക്കളോ ആശ്രിതരോ ഇവരെ കൈ അയച്ച് സഹായിക്കുന്നതായി കാണുന്നു. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് നല്ല ഈശ്വരാധീനം വന്നിരിക്കുന്നു. തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ചില നഷ്ടങ്ങൾക്കും ചില സാമ്പത്തിക പരാധീനതകൾക്കും കാരണമായിരുന്ന പഴയകാല പ്രവർത്തനങ്ങളെ നവീകരിച്ച് കൂടുതൽ ആശയസമ്പുഷ്ടതയോടുകൂടി ഇവർക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട് വരുംകാല കർമ്മങ്ങൾ ഇവർക്ക് വളരെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതായി ഇവർക്ക് തന്നെ മനസ്സിലാക്കുന്ന ഒരു അന്തരീക്ഷം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആത്മപരിശോധന നടത്തി തങ്ങളുടെ കർമ്മരംഗം കൂടുതൽ സജീവമാക്കാൻ ശ്രദ്ധിക്കുന്നു. നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ചിരുന്ന സ്വത്തുക്കളോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ചിരുന്ന മറ്റ് ആസ്തികളോ ഒക്കെ തന്നെ അങ്ങനെ സംഭവിക്കാതെ ഈശ്വരൻ ഇവരെ രക്ഷപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ചില ഉന്നതരുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു കാലാവധിയുടെ സഹായത്തോടു കൂടി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇവർക്ക്
ഈശ്വരാധീനത്താൽ രക്ഷ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. വിദേശവുമായി ബന്ധപ്പെട്ട് ധനസഹായം, വിദേശവുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ, സന്താനങ്ങളുടെയോ മറ്റു ബന്ധുക്കളുടെയോ ആൾക്കാർക്ക് ജോലി ലഭിക്കാനോ പഠനത്തിനോ അവിടെ പോകാൻ സാധിക്കുന്നതായി കാണുന്നു. അതുപോലെ തന്നെ ത്വക്ക് സംബന്ധമായ രോഗം, ആശങ്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഇവരെയും അലട്ടുന്നുണ്ട്. എന്തെല്ലാം നന്മ വന്നാലും ഒരുപക്ഷെ പഴയകാല അനുഭവങ്ങളുടെ ഒരു വല്ലാത്ത ഞെട്ടലായിരിക്കാം ഇവരെ മനസ്സിനെ വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ശക്തമാക്കണം. അല്പനേരമെങ്കിലും മെഡിറ്റേഷൻ ആവശ്യമാണ്. എപ്പോഴും സത്സംഗത്തെ ആശ്രയിക്കുക. കൂടുതലായി അത് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഈ ടെൻഷനൊക്കെ കൂടുതലായി വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ഉദരസംബന്ധമായ വ്യാധികൾ. അതായത് ഈ അസിഡിറ്റി കൂടുതൽ വരുന്നത് തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ്. അപ്പം ആശങ്കകളും അതുപോലെ തന്നെ വെറുതെയുള്ള മനസ്സിൻ്റെ ഭയപ്പെടുത്തലും ഒക്കെ തന്നെ അവനവൻ്റെ ആരോഗ്യത്തെ തന്നെയാണ് ഇല്ലാതെയാക്കുന്നത് എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഭയക്കേണ്ട കാര്യമില്ല. ഭയം കൊണ്ട് ഒരു കാര്യവുമില്ല. നമുക്ക് നാളെ ഒരു തോൽവിയാണ് വരുന്നത് എങ്കിൽ ഇന്ന് ഭയന്നിട്ട് എന്താണ് കാര്യം? ആ തോൽവിയെ ഏതെങ്കിലും തരത്തിൽ വിജയമാക്കി മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വീണ്ടും ശ്രമിക്കുക. അല്ലാതെ ഭയന്ന് ഇരുന്നിട്ട് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. അത് നമ്മുടെ മനസ്സിനെയും അതുപോലെ ശരീരത്തെയും ഇല്ലാതാക്കുകയുള്ളൂ. അത് കൃത്യമായി മനസ്സിലാക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 19-ാം തീയതി ഉച്ചവരെ നല്ലതാണ്. ശേഷം 23 ഉച്ചയ്ക്ക് ശേഷം 3 മണി കഴിഞ്ഞ് 24, 25 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. കുടുംബ സംബന്ധമായ കാര്യങ്ങളിലെ ചില അസ്വാരസ്യങ്ങൾ ഒഴിച്ചാൽ പൊതുവെ ഇവർക്ക് സാമ്പത്തികം ലഭിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മേലധികാരികളുടെയോ സഹപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ സംരംഭകരുടെയോ ഒക്കെ തടസ്സമുണ്ടായിരുന്നത് മാറിക്കിട്ടുന്ന കാര്യത്തിലും അനുകൂലമായ മാറ്റമാണ് ഈ ആഴ്ചയുള്ളത്. എന്നാൽ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം. അത് ഒരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം. അതുമല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയോട് ഏതെങ്കിലും തരത്തിൽ നീരസമോ അഭിപ്രായ ഭിന്നതയോ ഉണ്ടായിട്ട് മാറി നിൽക്കുന്നതാകാം. പ്രണയ ബന്ധങ്ങളിലും ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാം. ഒരുപക്ഷെ ഒരു സൗന്ദര്യപ്പിണക്കം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. തൽക്കാലത്തേക്കുള്ള ഒരു പിണക്കമാണ്, അതൊക്കെ മാറും. അത് പക്ഷേ ഏത് ചെറിയ പിണക്കമായാലും ഇതിൽ പെടുന്നവർക്ക് അത് സഹിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അത്തരമൊരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും ആഴ്ചയിലെ ചില ദിവസങ്ങൾ വൃശ്ചികക്കൂറുകാർക്ക്. എന്നാൽ പൊതുവേ ഇവർക്ക് ഈശ്വരാധീനത്തിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. ഈശ്വരാധീനത്തിൻ്റെ കുറവ് എന്ന് പറഞ്ഞാൽ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് കൃത്യമായി ധനം വരാതിരിക്കുക, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കാതിരിക്കുക. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർക്ക് മനസ്സമാധാനം ഇല്ലായ്മ ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റു വിഷമങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളാണ് പൊതുവേ ദൗർഭാഗ്യത്തിൻ്റെ അടയാളമായി ഇവരിൽ സംഭവിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ഇവർക്ക് തങ്ങളുടെ കർമ്മമേഖലയിൽ കഠിനാധ്വാനത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ സാധിക്കും. മനസ്സിൽ ഈ വിമർശനങ്ങളുടെയും അതുപോലെ തന്നെ മനസ്സിൽ ഈ ദുരവസ്ഥയുടെയും ഒക്കെ ഇടയ്ക്ക് തന്നെ ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കാനും ബുദ്ധിപരത ഉണ്ടാക്കിയെടുക്കാനും ഇവർക്ക് സാധിക്കുന്നത് കൊണ്ട് സ്വന്തം കർമ്മമേഖലയിൽ ഇവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കും. അതുപോലെ തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ വിചാരിച്ചിരുന്ന കാര്യങ്ങളെ തിരുത്തിക്കാനും ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. എന്നാൽ സന്താനങ്ങൾക്കത്ര നല്ലതല്ല. രോഗമോ വിദ്യാഭ്യാസ സംബന്ധമായ തടസ്സമോ ഉണ്ടാകാം. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിലും അല്പം ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായി മാതാവിന് ദോഷമുണ്ടാകാനുള്ള സാധ്യത, അലർജി അസുഖമോ സ്കിൻ സംബന്ധമായ അസുഖമോ വിഷാദ രോഗമോ ഒക്കെ ഉണ്ടാകാം. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. വീട്ടിൽ ഇവരുടെ ഗ്രഹാന്തരീക്ഷം സൂക്ഷിക്കണം. അണുവിമുക്തമായി സൂക്ഷിക്കുന്നത് വളരെ നല്ലത്. അതുപോലെ തന്നെ ക്ഷുദ്രജീവികളിൽ നിന്നും ആക്രമണമുണ്ടാകാം. ആക്രമണം മീൻസ് ശരീരത്തിൽ വിഷം ചെല്ലാം. അത് ഭക്ഷ്യവിഷത്തിൽ നിന്നാവാം, അതല്ലെങ്കിൽ ജീവികൾ കടിച്ചിട്ടുണ്ടാകുന്നതാവാം. അതുമല്ലെങ്കിൽ സ്വന്തം ശരീരത്തിലെ പ്രായഭേദം അനുസരിച്ചാണ് അതുണ്ടാവുക. സ്വന്തം ശരീരത്തിലെ ഈ അശുദ്ധ വസ്തുക്കളെ പുറംതള്ളാൻ സഹായിക്കുന്ന ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയോ പ്രവർത്തനക്ഷമത കുറയുകയോ ചെയ്താൽ ഉണ്ടാകാവുന്ന
മാലിന്യങ്ങൾ ശരീരത്തിൽ അടിയുക എന്ന അവസ്ഥയുണ്ടാകാം. ഇതെല്ലാം തന്നെ വിഷമയമാണല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയും വരാം. അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. കർമ്മരംഗത്ത് ചിലരുടെയെങ്കിലും ആരോപണങ്ങളോ വിമർശനങ്ങളോ ഇവൾക്ക് കേൾക്കേണ്ടി വരും. പക്ഷേ ഒന്നും വേരുകളില്ലാത്തതാണ്, ഒന്നിനും യാതൊരു തരത്തിലുള്ള വിലയും ഇല്ലാത്തതാണ്. വാക്കുകൊണ്ട് എന്തെങ്കിലും പറയണം എന്ന് വിചാരിച്ചിട്ട് ഈ ചൊറിയുന്ന മട്ടിൽ പറയുന്നതാണ്. അതിനെ ഒന്നും കാര്യമായി എടുക്കേണ്ടതേയില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി തന്നെ മുന്നോട്ട് പോവുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 19, 20, 21 ഉച്ചവരെയും അത് കഴിഞ്ഞാൽ പിന്നെ 25 വൈകുന്നേരത്തിന് ശേഷവും ഇവർക്ക് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം കർമ്മരംഗത്ത് ഇവർ തങ്ങളുടെ കഴിവ് നന്നായി ഉപയോഗിക്കുന്നു. ചുറ്റിൽ നിന്നും വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും 4ാം ഭാവത്തിൽ നിന്ന് ശനിയും ചൊവ്വയും 10ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്, ബുധനും നോക്കുന്നുണ്ട്. ബുധൻ്റെ 10ാം ഭാവത്തിലെ ദൃഷ്ടി കർമ്മരംഗത്ത് ഗുണമാണ്. ചൊവ്വയുടെ ദൃഷ്ടിയും ഒരു പരിധിവരെ ഗുണമാണ്. ചൊവ്വ എല്ലാ വെല്ലുവിളികളെയും എതിർത്തുകൊണ്ട്, വിമർശനങ്ങളെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആന്തരിക ത്വര, ശക്തി അത് തരും. ബുധൻ അവരുടെ സ്കിൽ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ശനി 10ലേക്ക് നോക്കുമ്പോൾ അത് 10ൽ നിൽക്കുന്ന കണ്ടകശനിയായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തടസ്സങ്ങളുണ്ടാവാം. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇടിച്ചു താഴ്ത്താം. അങ്ങനെയൊക്കെ വരുമ്പോൾ പാദങ്ങളിൽ അസുഖം വരാം, പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വേഗത കുറയാം, കാര്യക്ഷമത കുറയാം. ഇത്തരം സംഭവങ്ങൾ വരാം. പക്ഷേ ബുധൻ സ്വന്തം രാശിയിലേക്കാണ് നോക്കുന്നത് എന്ന് 4ൽ നീചനാണെങ്കിലും നോക്കുന്ന ദൃഷ്ടി ഉച്ചരാശിയിലേക്കാണ്. അതുകൊണ്ട് അത് ദോഷം വരില്ല എന്ന് വേണം ചിന്തിക്കാൻ. എല്ലാ വെല്ലുവിളികളെയും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആന്തരികമായ ശക്തി ഇവരിൽ ഈശ്വരാധീനം പോലെ വന്നു നിറയുന്നുണ്ട്. കാരണം വ്യാഴം ഇവരുടെ ജന്മരാശിയിലേക്ക് നോക്കുന്നു. അതാവാം ഒരുപക്ഷെ ഇവർക്ക് ഈ ചൊവ്വ സമ്മാനിക്കുന്ന ആന്തരിക ശക്തിയായി രൂപാന്തരപ്പെടുന്നത്. അതെന്തായാലും ഗുണമാണ്. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. ഭാഗ്യക്കേട് ഇവരുടെ കൂടെ ഉണ്ട്. കാരണം കേതു 9ൽ നിൽക്കുന്നതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കണം. 9ലെ കേതു നിൽക്കുന്നത് സൂര്യൻ്റെ രാശിയിലാണ്. പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകൾ വരാം. ഇവരുടെ മേലധികാരികൾ ഇവരോട് ഇഷ്ടക്കേടുകൾ കാണിക്കാം. തങ്ങളുടെ പ്രവർത്തനങ്ങളിലെ മിടുക്കിനെ അവർ കാണാതെ പോകാം. ഇങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാഗ്യക്കേട് കാണുന്നുണ്ട്. ശിവക്ഷേത്രത്തിൽ ഇവരുടെ ശിവന് ജലധാര നടത്തുക, കൂവളത്തിലെ മുഖ്യ ജലധാര നടത്തുന്നതൊക്കെ വളരെ ആശ്വാസമായിരിക്കും കർമ്മരംഗത്തുണ്ടാകുന്ന ഇത്തരം ഭാഗ്യക്കേടുകളെ മാറ്റാൻ. അതോടൊപ്പം തന്നെ ഇവർ കർമ്മരംഗത്ത് ഉറച്ചു നിൽക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാൽമുട്ട്, കാൽപാദം, കാല് ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തങ്ങളുടെ ചലനശേഷി, തങ്ങളുടെ ഒരു ആവേഗ മനസ്സ് ഇതൊക്കെ തന്നെ ഇല്ലാതെയാക്കാൻ, ഇതൊക്കെ തന്നെ കുറയ്ക്കാൻ ശനിക്ക് സാധിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈശ്വരന് കൊടുക്കാനുള്ളത് ഈശ്വരനും കൊടുക്കുക, അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾ നടത്തുക. കൃത്യമായി തങ്ങളുടെ പ്രവർത്തന രംഗത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ട്, നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇതാണ് ധനുക്കൂറിൽപ്പെട്ടവരോട് പറയാനുള്ളത്. പിന്നെ ഈശ്വരാധീനം എന്തായാലും അവർക്കുണ്ട്. സാമ്പത്തിക നേട്ടം അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വരും. എന്നാൽ ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന ചില അകൽച്ചയോ മറ്റോ ഒക്കെ ഇവരെ മാനസികമായി വല്ലാതെ വിഷമത്തിലാക്കുമെന്നും കാണുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ജീവിത പങ്കാളിയുമൊത്തോ അല്ലെങ്കിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമൊത്തോ അല്ലെങ്കിൽ അതുപോലുള്ള ബന്ധങ്ങളുമായോ ഒക്കെ തന്നെ ഇവർക്ക് ഇപ്പോൾ പൂർണ്ണമായി മനസ്സർപ്പിച്ച് ഇടപഴകാൻ സാധിക്കാത്ത തരത്തിലുള്ള ചില നീരസങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. എന്തായാലും ഈശ്വരാധീനമാണ് ഏറ്റവും പ്രധാനം. അത് കൃത്യമായി ഇവരിലുണ്ട് എന്ന് തന്നെ കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 19 ഉച്ച കഴിഞ്ഞ് 20, 21, 22, 23 ഉച്ചയ്ക്ക് 3 മണി വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവർക്ക് സന്താനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്താൻ തക്കവണ്ണമുള്ള ഇവരുടെ ഭാഗ്യം അനുകൂലമായി ഈ ആഴ്ച നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഭാഗ്യം വളരെ അനുകൂലമായി വരുന്നതിനാൽ തങ്ങളുടെ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവർക്ക് വരേണ്ട ധനവും കൃത്യമായി വരുന്നു. വീട് നിർമ്മാണത്തിനാവശ്യമായി എന്തെങ്കിലും പണം ആവശ്യമുണ്ടായിരുന്നെങ്കിൽ, അതിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടിന് ഈ ആഴ്ചയിൽ ആശ്വാസം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓർക്കാപ്പുറത്ത് ചിലരിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വായ്പയ്ക്ക് ഇവർ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവദിച്ച് കിട്ടുന്നു ഈ ആഴ്ചയിൽ. അതുമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം
സാമ്പത്തികം അല്ലാതെ ഉള്ള സഹായങ്ങളും ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ അതൊക്കെ കൃത്യമായി ഈ ആഴ്ച അനുവദിച്ച് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും സന്താനങ്ങളുടെ വിവാഹ സംബന്ധമായ അല്ലെങ്കിൽ മംഗള സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ തന്നെ അനുകൂലമായ നീക്കങ്ങൾ ഈ ആഴ്ച ഉണ്ടാകുന്നതായി കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ കച്ചവട സംബന്ധമായോ ജോലിക്കൊപ്പം തന്നെ സമാന്തരമായി ചെയ്യുന്ന ചില കർമ്മങ്ങളിൽ നിന്നുള്ള വരുമാന മാർഗമോ വർദ്ധിക്കുന്നതായി കാണുന്നു. ആളുകളോട് ഇടപഴകുന്ന കാര്യത്തിലും ബുദ്ധി ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന കാര്യത്തിലും ഈ ആഴ്ച മുൻപിലാണ് മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. പൊതുവേ ചില കടാക്ഷങ്ങൾ ഇവർക്കിപ്പോൾ അനുഗ്രഹമായി വരുന്നു. പുതിയ ജോലി ലഭിക്കുന്നു, പുതിയ വസ്ത്രം, പുതിയ സമ്മാനങ്ങൾ അത് ലഭിക്കുന്നു, വീട്ടുപകരണങ്ങൾ വാങ്ങാൻ സാധിക്കുന്നു. സഹോദര സ്ഥാനത്തുള്ളവർക്കും അടുത്ത സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കുമൊക്കെ ഇവരിപ്പോൾ കൈയയച്ച് സഹായിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ അവരിൽ നിന്ന് ഇവർക്കും സഹകരണങ്ങൾ ലഭിക്കുന്നതായി കാണുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അത്ര നല്ലതല്ലെങ്കിലും ആഴ്ചയുടെ രണ്ടാം പകുതിയാണ് മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ കൂടുതൽ ഗുണകരം. സാമ്പത്തിക നേട്ടം, ദ്രോഹം, അതായത് തങ്ങളുടെ ശത്രുക്കളുടെ ദ്രോഹം കുറയുന്നു. ശത്രുക്കളായിരുന്നവർ തന്നെ മാറി മിത്രങ്ങളായി വരുന്നു. കടബാധ്യതയ്ക്ക് ആശ്വാസമുണ്ടാകുന്നു. കുറേയെങ്കിലുമൊക്കെ കടം വീട്ടാൻ സാധിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണിതാവസ്ഥയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വല്ലാത്ത ഒരു പരാജയബോധം ഒക്കെ ഏറ്റുകൊണ്ട് നടക്കുന്ന ചില ശരീരങ്ങളുണ്ടല്ലോ, ഞാൻ ചെയ്താലൊന്നും ശരിയാവില്ല എന്ന നിരാശയിൽ ജീവിക്കുന്നവർ, ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുന്നു. കുറച്ചുകൂടി ഊർജ്ജസ്വലമായി മനോബലത്തോടു കൂടി തങ്ങളുടെ ജോലിസ്ഥലത്തും പൊതുവെയുള്ള തങ്ങളുടെ ജീവിതത്തിലും ഇവർ ഇടപഴകുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ശുഭാപ്തി വിശ്വാസം ഇവരിലേക്ക് കടന്നു വരുന്നു. സാമ്പത്തികം പ്രയോഗിക്കുന്ന കാര്യത്തിൽ, അത് ഉപയോഗിക്കുന്ന കാര്യത്തിലും വിനിയോഗിക്കുന്ന കാര്യത്തിലും ഇപ്പോഴും ഇവർക്ക് ചില അപാകതകളുണ്ട്. അതുകൊണ്ട് പണം അങ്ങേയറ്റത്തെ കരുതലോടുകൂടി തന്നെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും വിശ്വസ്തരായ വ്യക്തികളെ ഏൽപ്പിക്കുക. പണത്തിൽ നിന്ന് ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാവാം. പണം ഇവർക്ക് ദുരിതക്കാഴ്ചയായി മാറാം. കാരണം അത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇവരുടെ കഴിവില്ലായ്മയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് 21 ഉച്ച കഴിഞ്ഞ് 22, 23, 24, 25 രാത്രി 8 മണി വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ് മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഓഫീസ് പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ തങ്ങൾ എവിടെയൊക്കെ ഇടപെടുന്നു അവിടെയെല്ലാം തന്നെ ഈ ആഴ്ചയിൽ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായ അവസ്ഥയാണ് കാണുന്നത്. കുംഭക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മുഖേനയും, കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവർ സ്ത്രീകളാണെങ്കിൽ അവർക്ക് പുരുഷന്മാർ മുഖേനയും വലിയ സഹകരണങ്ങൾ ലഭിക്കുന്നതായി കാണുന്നു. വീട് വാങ്ങാൻ സാധിക്കുന്നു. വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി പുരോഗതി ഉണ്ടാകുന്നു. വാഹനം പുതിയത് വാങ്ങാൻ സാധിക്കുന്നു. വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻസൊക്കെ മാറ്റുന്നു. ആന്തരിക സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. മാതാവിൻ്റെ തറവാടോ അല്ലെങ്കിൽ പുതിയ, അതായത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ചലിക്കുമ്പോൾ വാഹനം ആയിരിക്കുമല്ലോ ആളുകൾ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന ആ വാഹനത്തിലായാലും ശരി ഇവർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് എവിടെല്ലാം ഇവർ തങ്ങുന്നുവോ അവിടെല്ലാം തന്നെ ഇവർക്ക് സംതൃപ്തികരമായ മനസ്സന്തോഷം ലഭിക്കുന്ന ഒരു അവസരമുണ്ടാകുന്നു. അതാണ് ഒരുപക്ഷെ പുതിയ വാഹനം വാങ്ങാം, അല്ലെങ്കിൽ മോശപ്പെട്ട വാഹനങ്ങൾ മാറ്റിയെടുക്കാം, അതല്ലെങ്കിൽ മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്താം. വീടിനായാലും വീടിൻ്റെ ആന്തരിക ഭാവമായാലും ഒക്കെ തന്നെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ സൗഹാർദ്ദങ്ങൾ വർദ്ധിക്കുന്നതായി കാണുന്നു. പ്രവർത്തന സ്ഥലത്ത് തങ്ങൾക്കുണ്ടായിരുന്ന ശത്രുതാ മനോഭാവത്തിലുള്ള വ്യക്തികളുടെ മനസ്സ് മാറുന്നതായി കാണുന്നു. പുതിയ സംരംഭങ്ങൾ വരുന്നു, പണം വരുന്നു. പണം ഒക്കെ ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുവെങ്കിലും പണം വരുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഭാഗ്യവും ഇവർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് പൊതുവെ ഗുണകരം തന്നെയാണ്. ജീവിത പങ്കാളിക്ക് അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും അന്നുവരെ അവർ കാണാത്ത എന്തെങ്കിലും ചില അസുഖമോ ശാരീരിക അസ്വസ്ഥതയോ കാണാം. ത്വക്ക് സംബന്ധമായ രോഗമോ അല്ലെങ്കിൽ കളർ ടോൺ സംബന്ധിച്ച് ത്വക്കിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ അലർജി അസുഖങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ശരീരത്തിൽ സൗന്ദര്യവർദ്ധനവിന് വേണ്ടി ഈ ലോഹ മിശ്രിതങ്ങളൊക്കെ അടങ്ങിയ വേണ്ടത്ര ഗുണമില്ലാത്ത ഈ പരസ്യത്തിൻ്റെയൊക്കെ മാത്രം അഡിക്ഷനിൽ വീണുപോയി ഉപയോഗിക്കുന്ന ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. ത്വക്കിന് അപകടം എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി, തീ ഇതോടൊക്കെ പെരുമാറുമ്പോൾ
മുഖം, ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. മുഖരോഗങ്ങൾ, മോണ, പല്ല് ഈ ഭാഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഏരിയയും ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 19 ഉച്ചവരെയും ശേഷം 23 ഉച്ചയ്ക്ക് ശേഷം 3 മണി കഴിഞ്ഞ് 24, 25 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനത്തുള്ളവരോ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ അഭ്യുദയകാംക്ഷികളായ വ്യക്തികളോ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ അവരുടെ ദുരിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വരുന്നു എന്നതാണ്. സാമ്പത്തികമായ സഹായമോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റു സഹകരണ സഹായങ്ങളോ ചെയ്ത് ഇവരുടെ ദുരിതാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ മോശാവസ്ഥയിൽ നിന്ന് ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ കുറേ പേരെങ്കിലും ദുരിതാവസ്ഥകളിൽ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ജന്മശനിയാണ്. അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. എന്നാൽ ഒട്ടുമിക്ക വ്യക്തികളും തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ഏറ്റവും നന്നായി ഈശ്വരാധീനത്തോടു കൂടി പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. വലിയ ധനശേഖരണം ഒന്നും വന്നില്ലെങ്കിലും അതിന് തക്കവണ്ണം ചെലവുകൾ കൃത്യമായി നടന്നു പോകാൻ തക്കവണ്ണവും കുടുംബം കൃത്യമായി നടത്തിക്കൊണ്ടു പോകാൻ തക്കവണ്ണവുമുള്ള ധനം ഇവരിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നു. അതിന് തക്കവണ്ണമുള്ള കർമ്മശേഷി അല്ലെങ്കിൽ അതിന് തക്കവണ്ണമുള്ള കർമ്മ പ്രവൃത്തികൾ ഇവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഈശ്വരാധീനം. അതുപോലെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സമോ ഇവർക്ക് പാരവച്ച് ഇവരുടെ പ്രവർത്തനങ്ങളെ മാറ്റിയിരുന്നവരോ ഒക്കെ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് വേണം കാണാൻ. അതായത് തങ്ങളുടെ ശത്രുക്കൾ കുറച്ചൊന്ന് അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ അനായാസേന കർമ്മരംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നതായി കാണാം. ഇനി ശത്രുക്കൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള മാനസിക ശാരീരിക ബലം ഈശ്വര സഹായത്താൽ ഇവർക്കിപ്പോൾ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ധനപരമായി നല്ല നേട്ടമുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും കൃത്യമായി കാണുന്നുമുണ്ട്. സഹകരണ അടിസ്ഥാനത്തിലോ സാമ്പത്തിക സഹായം നൽകുന്ന രൂപത്തിലോ കുറേ വ്യക്തികളെങ്കിലും മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് സമീപിക്കുന്നത് കൊണ്ട് കുറേയൊക്കെ ഇവരുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി പ്രത്യേകം മനസ്സിലാക്കണം. ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ആരോഗ്യസ്ഥിതി ശ്രദ്ധിച്ചുകൊള്ളണം. വാദസംബന്ധമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകട സംബന്ധമായോ ഒക്കെയുള്ള ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിതാവിനും അത്ര നല്ലതല്ല. പിതാവിൻ്റെയും ആരോഗ്യസ്ഥിതി ശ്രദ്ധിച്ചുകൊള്ളണം. പുതിയ ചില സംരംഭങ്ങളിൽ ഇവർ ഇടപഴകുന്നതായിട്ടാണ് കാണുന്നത്. ആ പ്രവർത്തനത്തിനും ഈശ്വരാധീനം കാണുന്നുണ്ട്. എന്തായാലും പ്രവർത്തന മേഖലയിൽ വലിയ തടസ്സമൊന്നുമില്ല. വലിയ ധനത്തിൻ്റെ ഒരു വരവില്ലെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 19 ഉച്ച കഴിഞ്ഞ് 20, 21, അത് കഴിഞ്ഞാൽ പിന്നെ 25-ാം തീയതി വൈകുന്നേരത്തിന് ശേഷവും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. ശനിദോഷ പരിഹാരത്തിന് കണ്ടകശനിയായാലും അഷ്ടമശനിയായാലും ജന്മശനിയായാലും ശനി ദശ ആയാലും ഏറ്റവും മോശപ്പെട്ട രാശിയിൽ നിൽക്കുന്ന ശനിദശാകാലം ദോഷകരമായിരിക്കും. അപ്പോൾ ആ കാലത്തിനുമൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിലെ വ്രതശുദ്ധിയും സാധിക്കുമെങ്കിൽ ശനീശ്വരൻ്റെ നവഗ്രഹങ്ങളിൽ ശനീശ്വരനെയോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയെയോ ധർമ്മശാസ്താവിൻ്റെയോ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും നീരാഞ്ജനം കഴിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കറുത്ത പട്ടുവസ്ത്രമോ അല്ലെങ്കിൽ നീല പട്ടുവസ്ത്രമോ സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന വ്യക്തികളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുക. അഹങ്കാരലേശമന്യേ ജീവിക്കുക. വ്യാഴദോഷത്തിന് വ്യാഴം ഏറ്റവും മോശപ്പെട്ട രാശിയിൽ സഞ്ചരിക്കുമ്പോഴും അതുപോലെ വ്യാഴം മോശപ്പെട്ട ഗ്രഹനിലയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സമയത്ത് വ്യാഴത്തിൻ്റെ ദശാകാലത്ത് അപഹാരകാലത്തൊക്കെ പാപഗ്രഹങ്ങളുടെ സ്വാധീനത്തോടു കൂടി വരികയാണെങ്കിൽ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസത്തെ വ്രതശുദ്ധി, വ്യാഴാഴ്ച ദിവസം മത്സ്യമാംസാദികളൊന്നും കഴിക്കാതിരിക്കുക, വ്രതശുദ്ധി പാലിക്കുക, മഞ്ഞ വസ്ത്രം ധരിക്കുക, ഭഗവാന് ഒന്നുകിൽ നെയ്വിളക്ക് കത്തിക്കുക, അതല്ലെങ്കിൽ പാൽപ്പായസ നൈവേദ്യം ചെയ്യുക. ഇതൊക്കെ നിർബന്ധിച്ച് ആരെയും കൊണ്ടും ചെയ്യിക്കേണ്ട കാര്യമില്ല. അവനവന് മനസ്സറിഞ്ഞ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ കലിയുഗത്തിൽ പരമപ്രധാനം ജപമാണ്. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഇതാണ് വ്യാഴദോഷത്തിന് ചെയ്യേണ്ടത്. അതുപോലെ രാഹു ദോഷത്തിന് ചെയ്യേണ്ടത് നാഗങ്ങളെ ആരാധിക്കുക, നാഗങ്ങൾക്ക് 100 പാലും കൊടുക്കുക. ഓം നാഗായ നമ എന്ന് ജപിക്കാം. കേതുദോഷത്തിന്
ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കാം. ഗണപതിക്ക് കറുകമാല അർപ്പിക്കാം, നാളികേരം ഉടയ്ക്കാം, അതുപോലെ തന്നെ ഉണ്ണിയപ്പ നിവേദ്യം നടത്താം. ഞാൻ ശനിദേവൻ്റെ മന്ത്രം പറഞ്ഞില്ല. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കണം. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.